വായ്പാ തട്ടിപ്പ് നടത്തി ബ്രിട്ടനിലേക്ക് കടന്ന വജ്ര വ്യാപാരി നീരവ് മോദിക്ക് തിരിച്ചടി. ഭാരതത്തിലേക്ക് നാടുകടത്താനുള്ള ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന നീരവ് മോദിയുടെ ആവശ്യം തള്ളി ബ്രിട്ടീഷ് ഹൈക്കോടതി. ഇതോടെ നീരവ് മോദിയെ വിചാരണയ്ക്കായി ഭാരതത്തിൽ എത്തിക്കാനുള്ള നടപടികൾ ശക്തമായി. UK ഹൈക്കോടതി കിങ്സ് ബെഞ്ച് ഡിവിഷനാണ് അപ്പീൽ തള്ളിയത്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് 6500 കോടിയുടെ തട്ടിപ്പാണ് നീരവ് മോദി നടത്തിയത്. 2019 മാർച്ച് 19 മുതൽ ബ്രിട്ടനിലെ ജയിലിലാണ് നീരവ് മോദി. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസാണ് ചേരുന്നത്. ഐസൻ, ഒരു കാരണവശാലും ഭാരതത്തിലേക്ക് വിടരുത്, എങ്ങനെയെങ്കിലും അത് തടയാനുള്ള ഒരു നീക്കത്തിലായിരുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലായിരുന്നു നീരവ് മോദി. പക്ഷേ വല്ലാത്ത ഒരു തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എത്രയും വേഗം ഭാരതത്തിലേക്ക് നീരവ് മോദിയെ എത്തിക്കും എന്നുള്ള ഒരു സാഹചര്യത്തിലാണോ? തീർച്ചയായും രാഖി, ഭാരതത്തിലേക്ക് നീരവ് മോദിയെ എത്തിക്കുമെന്ന ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, പലരെയും തഹാവൂർ റാണ ഉൾപ്പെടെയുള്ളവരെ ഇത്തരത്തിൽ ഭാരതത്തിൽ എത്തിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റു ചില വ്യക്തികളെ, അതായത് നമുക്കറിയാവുന്നതാണ് മെഹുൽ ചോക്സി ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുവരാനുള്ള നടപടികളും സമാനമായ രീതിയിൽ കോടതികളിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് 2018 ഇത്തരത്തിൽ വായ്പാ തട്ടിപ്പ് നടത്തി പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും 6480 കോടി രൂപ തട്ടിപ്പ് നടത്തി മുങ്ങിയ ഈ നീരവ് മോദിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു നടപടി ആരംഭിച്ചത്. തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടികളുടെ തടസ്സങ്ങളെല്ലാം തന്നെ നീക്കുന്ന ഒരു ഉത്തരവ് 2025 ഇതിനെതിരെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ആ ഒരു പെറ്റീഷൻ റീഓപ്പൺ ചെയ്യാൻ നിർദ്ദേശിച്ചുകൊണ്ട് സമർപ്പിച്ച ഒരു അപ്പീലിന് സമാനമായ രീതിയിലുള്ള ഒരു അപേക്ഷയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. അത് പരിഗണിക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്ന് വളരെ കൃത്യമായി കോടതി ഇക്കാര്യത്തിൽ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് തന്നെ ഈ തെറ്റ് അല്ലെങ്കിൽ ഈ കുറ്റകൃത്യം ചെയ്തൊരു സാഹചര്യത്തിൽ നടപടികൾ നേരിടേണ്ടത് അനിവാര്യമാണ് എന്ന കൃത്യമായൊരു നിലപാടാണ് UK ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ വളരെ കൃത്യമായി നിരീക്ഷിക്കുന്നത് 2018 ഈ കുറ്റകൃത്യം നടത്തിയതിനു ശേഷം 2019 മുതൽ ബ്രിട്ടനിൽ ജയിലിൽ കഴിയുകയാണ്. 2019 മാർച്ച് 19 മുതൽ ജയിലിൽ കഴിയുന്ന നീരവ് മോദിയെ നാട്ടിലേക്ക് തിരിച്ചെത്തിച്ച് ഈ വിചാരണകൾ നടത്തുന്നതിനുള്ള വിചാരണ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സാഹചര്യം കൂടുതൽ വ്യക്തമാകുന്നൊരു പശ്ചാത്തലമാണ് ഈ വിധിയിലൂടെ കൂടി ഉണ്ടാകുന്നത്.